തജ്ഞാനം പ്രശമകരം നിതിന്ദ്രിയാണാം തജ്ഞേയം യദുപനിഷത്സു നിശ്ചിതാർത്ഥം തേ ധന്യാ ഭുവി നിശ്ചിതേഹാ ശേഷാസ്തു ഭ്രമനിലയേ പരിഭ്രമന്തി. എല്ലാവർക്കും നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്ത് സഹകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. പ്രിയരെ, ശങ്കരാചാര്യരുടെ ധന്യാഷ്ടകം എന്ന് പറയുന്ന ഏതാനും ശ്ലോകങ്ങളിലത്തെ ആദ്യത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ധന്യാഷ്ടകം ഒക്കെ ആത്മതത്വത്തെ കാണിക്കുന്ന ശ്ലോകങ്ങളാണ്. 10 ശ്ലോകം, അതിലത്തെ ആദ്യത്തെ ശ്ലോകമാണ്. ഒരു ആചാര്യസ്വാമികൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏത് ജ്ഞാനമാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം? തജ്ഞാനം പ്രശമകരം യതീന്ദ്രിയാണ്. ജ്ഞാനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പലതരത്തിലുണ്ടല്ലോ. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങി MEd കോഴ്സ്, BEd കോഴ്സ്, അതൊക്കെ ഓരോ അറിവ് തന്നെയാണ്. കമ്പ്യൂട്ടറെ കുറിച്ചുള്ള അറിവ്, വാഹനത്തിനെ കുറിച്ചുള്ള മെക്കാനിക്കലായിട്ടുള്ള അറിവ്, അതൊക്കെ അറിവാണ്. എല്ലാം ഒരുപാട് അറിവാണ്. ഈ അറിവ് എന്ന് പറയുന്നതിനൊരു വലിയ വ്യാപ്തിയാണ്. ഈ ദൈവമാഹാത്മ്യത്തിൽ പറയും, ഈ ജീവികൾ, ചില ജീവികൾക്ക് രാത്രി കണ്ണ് കാണും, ചിലർക്ക് പകൽ മാത്രമേ കാണുള്ളൂ. രാത്രി മാത്രം കാണുന്നവരാണ് കൂമൻ, പകൽ കാണില്ല. ചിലതിന് പകൽ മാത്രമേ കാണും, ചില രാത്രിയും പകലും കാണും. ഇതൊരറിവ്, ഒരു ജ്ഞാനത്തിൻ്റെ ഒരു അംശമാണ് എന്നൊക്കെ പറയണം. അപ്പം അത്തരം ജ്ഞാനങ്ങൾ ജീവികൾക്കുണ്ട്. നമുക്കില്ലാത്ത ജ്ഞാനം ശുവാവിനില്ലേ, നായയ്ക്കിപ്പോൾ ഒരാളെ തിരിച്ചറിയാനുള്ള കഴിവ്, അതൊരു ജ്ഞാനമാണ്. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മണം കൊണ്ട് വളരെയധികം കാര്യങ്ങൾ അത്ഭുതകരമായിട്ട് മനസ്സിലാക്കണു അവർ. അത് ജ്ഞാനമാണ്. അപ്പോൾ ഈ ജ്ഞാനം വളരെ വലിയൊരു, എന്താ പറയേണ്ടത്, ഒരു ടേമാണ്, വലിയതായിട്ടുള്ളൊരു വാക്കാണ്. അത് എന്തൊക്കെയാണ് അടങ്ങണമെന്ന് ചോദിച്ചാൽ പലതും. ഇവിടെ ആധ്യാത്മിക രീതിയിൽ ജ്ഞാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന് മാത്രമുള്ള ഒരു ജ്ഞാനമാണ്. അതെന്താണ്? ഇന്ദ്രിയങ്ങളിലുള്ള വിഷയാസക്തിയെ നശിപ്പിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത്. ബാക്കി എല്ലാതും ഇന്ദ്രിയങ്ങൾക്ക് വിധേയമാണ്. ശ്വാവ് മൂക്കുകൊണ്ടാണ് ഗന്ധമറിഞ്ഞ് ഓരോന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് വിധേയമായ ജ്ഞാനം തന്നെ അവിടെ ആവുന്നുള്ളൂ. നമുക്കില്ലാത്തതാണെന്നും പറഞ്ഞിട്ട് വളരെയധികം അങ്ങോട്ട് അത്ഭുതപ്പെടുകയൊന്നും വേണ്ട എന്നർത്ഥം. അപ്പം എല്ലാം ഈ പ്രപഞ്ചത്തിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പരമാത്മാവിനെ അറിയുന്ന ആ ജ്ഞാനം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നതല്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളിലുള്ള വിഷയാസക്തി ഏതൊന്നിനെ അറിഞ്ഞാലാണ് ഇല്ലാണ്ടാവുക. സാധാരണ ഒന്നുകൊണ്ടും അത് ഇല്ലാണ്ടാവില്ലാവോ? നാവ്, കണ്ണ്, മൂക്ക്, തൊക്ക്, നാക്ക് ഇവയിലുള്ള നമ്മുടെ ആസക്തി, സ്വാദറിയണം, ആർക്കല്ലാത്ത? നല്ല ഭക്ഷണം കിട്ടിയാൽ സന്തോഷിക്കാത്തവരായിട്ടില്ല. ചീത്ത ഭക്ഷണം കിട്ടിയാൽ ഉണ്ടാക്കിയൊരു ചീത്ത പറയാത്തവരും വളരെ കുറവാണ്. സോ അതിൽ ആസക്തിയുണ്ട്. കാഴ്ച കാണാൻ ആസക്തി ഉള്ളതുകൊണ്ടല്ലേ 70,000 റുപ്യ കൊടുത്ത് TV വാങ്ങണം. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളിലുള്ള ആസക്തി അത് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. എന്നാൽ അങ്ങനെ ഒന്നുണ്ടോ വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അതറിയണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ടല്ലാത്ത ആനന്ദം അറിയണം. അപ്പം മാത്രമേ അതാണ് വലുത് എന്ന് മനസ്സിലാക്കി ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നതിനോട് നമുക്ക് വിരക്തി ഉണ്ടാവുള്ളൂ. അറിഞ്ഞാൽ ഉണ്ടാവും. അങ്ങനെ ഒന്നുണ്ടല്ലോ എന്ന് ബോധ്യമായാൽ ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നതെല്ലാം നിസ്സാരമാണ് എന്ന അറിവ് നമുക്ക് തോന്നും. അപ്പോൾ അവിടേക്ക് എത്തുകയാണ് വേണ്ടത്. ഉപനിഷത്തുക്കളിൽ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള അർത്ഥം അതാണ് വാസ്തവത്തിലെ ജ്ഞേയം. തജ്ഞേയം യദുപനിഷത്സു നിശ്ചിതാർത്ഥം. നമ്മൾ എന്തിനെയാണ് ശരിക്കും അറിയേണ്ടത്? ഇതിനെ തന്നെയാണ് അറിയേണ്ടത്. ഇനി അതേപോലെ പറയുകയാണ്, പരമാർത്ഥത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രവൃത്തി ഏതൊരാൾ ചെയ്യുന്നുവോ
അയാളാണ് ശരിക്ക് ഭാഗ്യവാന്മാർ. തേ ധന്യ ഭുവി പരമാർത്ഥ നിശ്ചിതേഹ. എന്തെല്ലാം തടസ്സങ്ങളും പ്രലോഭനങ്ങളും എന്തൊക്കെ വന്നാലും ഈ ലോകത്തിൻ്റെ അതീതമായ ശക്തിയെക്കുറിച്ച് അറിഞ്ഞേ ഇരിക്കൂ, അറിഞ്ഞേ ഞാൻ അടങ്ങൂ, അതിനാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം എന്ന് ഏതൊരാൾ മനസ്സിലാക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവരെയാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. അപ്പം ഇന്ദ്രിയങ്ങളിലുള്ള വിഷയാസക്തി നശിപ്പിക്കുന്നതെന്തോ അത് ജ്ഞാനം. അല്ലാത്തടത്തോളം കാലം അതൊന്നും ജ്ഞാനമല്ല. ഡിഗ്രി ആവട്ടെ, സർട്ടിഫിക്കറ്റ് ആവട്ടെ, ഇതൊന്നും അങ്ങനെയുള്ള അറിവുണ്ട് ശിവാവിനെ എന്നാണ് പറയുന്നത്, പഠിച്ചിട്ടല്ലാന്നേ ഉള്ളൂ. അതിനെന്തെങ്കിലും പ്രത്യേക പ്രാധാന്യമുണ്ടോ? അത്ഭുതം നല്ലത് എന്നൊക്കെ നമ്മൾ പറയും, എങ്കിലും അതൊക്കെ ഇന്ദ്രിയങ്ങൾക്ക് വിധേയമായ ജ്ഞാനമാണ്. അപ്പം അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം. അത് തന്നെയാണ് അറിയേണ്ടത്, അതാണ് ജ്ഞേയം, അതാണ് അറിയേണ്ടത്. അത് അറിയുന്നവരാണ് ഭാഗ്യവാന്മാർ. ഈ 3 കാര്യമാണ് ഇതിൽ പറഞ്ഞത്. അറിയേണ്ടതെന്ത്, ഏത് ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം, അത് തന്നെയാണ് ജ്ഞേയം എന്ന് ഉപനിഷത്തുക്കളിലും ശാസ്ത്രങ്ങളിലും വർണ്ണിച്ചിട്ടുള്ളത്. അത് അറിയുന്നവർ ഭാഗ്യവാന്മാരും അല്ലാത്തവരോ ശേഷാസ്തു ഭ്രമനിലയെ പരിഭ്രമന്തി. ഭ്രമനിലയം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ഉള്ളിൽ കിടന്നാൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്തത് എന്തോ അത് ഭ്രമനിലയം. എന്തായാലും പുറത്ത് കിടക്കാൻ പറ്റില്ല. ആസക്തി കൊണ്ടാവാം, തടസ്സം കൊണ്ടാവാം, വാതിലില്ലാഞ്ഞിട്ടാവാം, പുറത്തേക്കുള്ള വഴിയില്ലാണ്ട് അതിലിങ്ങനെ കിടന്ന് തിരിയല്ലാതെ ഒരിക്കലും പുറത്ത് കിടക്കാൻ പറ്റാത്തത് ഏതോ അതിനെ ഭ്രമനിലയം. അപ്പോൾ മായയാകുന്ന സംസാര ഭ്രമനിലയത്തിൽ കുടുങ്ങുന്നവരാണ് യഥാർത്ഥ ജ്ഞാനം അറിയാത്തവരെല്ലാം എന്ന് പറയാണ്. ഈ ഓടൊക്കെ ഇട്ട വീട്ടിൽ പണ്ട് ചില്ലോട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന് കുട്ടികൾക്ക് പറഞ്ഞാൽ അറിയുമോയെന്നറിയില്ല. വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഗ്ലാസ് ഓടാക്കി മാറ്റിയിട്ട് അതിനെ വെള്ളം താഴത്തേക്ക് വീഴാത്ത വിധത്തിൽ കമ്പനി ഉണ്ടാക്കിയ ചില്ലോടുണ്ട്. ചില്ലായിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല, അത് വയ്ക്കും. അപ്പം അതിൽ ഈ വണ്ടുകൾ കുടുങ്ങും. അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചിറകടിക്കും. അവസാനം ചിറക് കൊഴിഞ്ഞ് താഴത്തേക്ക് വീഴില്ലേ. ചില്ലിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടോ കിടക്കാൻ പറ്റണു. ഇതേപോലെയാണ് മനുഷ്യൻ. സുഖം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അവൻ്റെ ലക്ഷ്യം എന്തൊക്കെയോ ആണെന്ന് തെറ്റിദ്ധരിച്ച യഥാർത്ഥ ലക്ഷ്യമല്ലാത്തതിനെ ലക്ഷ്യമാക്കി കണ്ട് ഇങ്ങനെ ചിറകടിക്കുക. അടിച്ചടിച്ചടിച്ചടിച്ച് അവസാനം എന്തുണ്ടാവണം, കുഴഞ്ഞാണ് വീഴുന്നെ. കാരണം എന്താണ് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനെ അറിയൂല്ല. മറ്റത് തെറ്റിദ്ധാരണ കൊണ്ട് വണ്ട് പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കുന്നത് പോലെ തുഴഞ്ഞിട്ടും കുടഞ്ഞിട്ടും പല രീതിയിൽ ശ്രമിച്ച് പരാജയപ്പെടുന്നു. ഭ്രമനിലയെ പരിഭ്രമന്തി. അങ്ങനെ ആ ജ്ഞാനത്തെ ഏതാണ് യഥാർത്ഥം എന്നറിഞ്ഞ് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതും ഇന്ദ്രിയങ്ങൾക്ക് ഓട് നമുക്കുള്ള ആസക്തിയെ നശിപ്പിക്കുകയും ചെയ്യണം. ആ അറിവ് സത്സംഗം കൊണ്ടും ചർച്ച കൊണ്ടും ശ്രവണം കൊണ്ടും മാത്രമേ കിട്ടൂ. എതിർച്ച നേടുന്നതായ ഗുരുനാഥനിൽ നിന്ന് കിട്ടുന്ന വാക്കുകളാണ് പലരെയും അവിടേക്ക് എത്തിക്കുന്നത്. പുരാണങ്ങൾ നോക്കുമ്പോൾ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാം. പരീക്ഷത്തിന് ശുഖമഹർഷി ഗുരുവായി, ബ്രഹ്മാവിന് ഭഗവാൻ ഗുരുവായിട്ടാണ് ഭാഗവതത്തെ ഉപദേശിച്ചത്. നവയോഗി സംവാദത്തിലോ അവരാണ് ഗുരുനാഥനായത് നിമി മഹാരാജാവിന്. എന്നിട്ടാണ് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നാരദൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പുരഞ്ജനോപാഖ്യാനം. നാരദൻ തന്നെയാണ് നരസിംഹാവതാരം ധർമ്മപുത്രക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സംവാദങ്ങൾ, ഉദ്ധവോപദേശം, ഗീതോപദേശം, ഇതെല്ലാം കാണിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സത്സംഗം കൊണ്ടല്ലാതെ ഈ ഒരു അറിവിലേക്ക് നമ്മൾ എത്തില്ല. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അല്ലാത്ത അറിവിലേക്ക് നമ്മൾ എത്തില്ല. അപ്പം ഇത്രയൊക്കെ ഉദാഹരണ സഹിതം പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്രമുള്ള ഗ്രന്ഥങ്ങളാക്കി അതിനെ മാറ്റിയിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും ഭ്രമനിലയത്തിൽ പരിഭ്രമിക്കുന്നവരാണ് വലിയൊരു ശതമാനം ആളുകൾ. ആലോചിച്ച് നോക്കിയാൽ എത്ര മൂഢന്മാരാണ്, എത്ര സംഹിതകൾ നമുക്കുണ്ട്. ഏതെങ്കിലും ഒന്നിൽ പെട്ടൂടെ, ഏതെങ്കിലും ഒന്നിൽ കുടുങ്ങിക്കൂടെ? അവിടെയും ഇവിടെയും കുടുങ്ങണ പകരം ഇതിലാ കുടുങ്ങി വെച്ചാൽ രക്ഷയുണ്ടേ. ഇത് രക്ഷപ്പെടാനുള്ള കുടുങ്ങല.
ഭാഗവതത്തിലോ രാമായണത്തിലോ ഉപനിഷത്തിലോ ഉദ്ധവോപദേശത്തിലോ ഗീതയിലോ ഏതിലെങ്കിലും ഒന്ന് കുടുങ്ങിക്കൂടെ? ഏതാണ് ഒരാൾക്ക് രസിക്കുക എന്നറിയില്ല. അതിനാണ് ഈ പല തരത്തിൽ പറഞ്ഞത്. പണ്ടുള്ളവരെടുത്ത പണിയൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതിലെങ്കിലും ആളുകൾ കുടുങ്ങട്ടെ. എന്നാൽ അവർ എല്ലാ കുടുങ്ങലിൽ നിന്ന് രക്ഷപ്പെട്ടു. സത്യത്തിൽ കുടുങ്ങലല്ല അത്, ഭ്രമനിലയത്തിൽ നിന്ന് രക്ഷപ്പെടുക. ഇതിലൊന്നാണ് കുടുങ്ങിയ ആ ഒരൊറ്റ കൊടുക്കേണ്ടാവുള്ളൂ. എന്നിട്ടും ഇതിലൊന്നും കുടുങ്ങാത്ത കേമന്മാരെ എന്താണ് പറയേണ്ടത്? ഭ്രമനിലയെ പരിഭ്രമന്തി. അപ്പം അതിൽ നിന്ന് വിട്ട ഏതെങ്കിലും ഒരു സംഹിത, രാമായണോ ഭാഗവതോ എല്ലാതും വേണമെന്നൊന്നുമില്ല. ഏതാണ് നമുക്ക് രസിക്കുന്നത്, രുചിക്കുന്നത്, അതൊന്ന് നേരെ ചെയ്താൽ മതി. ഭ്രമനിലയത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് മനുഷ്യജന്മം. അവരെന്നേണ ഭാഗ്യവാന്മാർ. ഈ ദേഹത്തെ കൊണ്ട് അവർ സാർത്ഥകമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ച് എത്തേണ്ടോടത്ത് എത്തുന്നു. ഒരിക്കലും പിന്നീട് മായയിൽ കുടുങ്ങുകയോ ജന്മമെടുത്ത് കഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല. തജ്ഞാനം പ്രശമകരം യദിന്ദ്രിയാണാം തജ്ഞേയം യദുപനിഷത്സു നിശ്ചിതാർത്ഥം തേ ധന്യാ ഭുവി പരമാർത്ഥ നിശ്ചിതേഹ ശേഷാസ്തു ഭ്രമനിലയേ പരിഭ്രമന്തി. നമസ്കാരം. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.